വയനാട് മാനന്തവാടി പഞ്ചാരക്കുലയിൽ സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവയ്ക്കായുള്ള വനംവകുപ്പിന്റെ തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ട്. സമീപ ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ RRT സംഘം ഇന്ന് പ്രദേശത്തേക്ക് എത്തുകയും ചെയ്യും. ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ദൌത്യത്തിന്റെ ഭാഗമായി മേഖലയിലുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഈ ദൌത്യം ഇന്ന് ഏത് രീതിയിലാണ്? തെരച്ചിൽ എന്തായാലും പുരോഗമിക്കുകയാണല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷകൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളും പിന്നിടുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രജിൻ ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ പിടികൂടുന്നതിനായുള്ള ദൗത്യം അത് 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. നാട്ടുകാരുടെ ആശങ്ക ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ആവശ്യവുമായി നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഇന്നിപ്പോൾ കൂടുതൽ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ നടത്തും എന്നുള്ള കാര്യമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ടാകും. ഈ കടുവയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ കടുവയെ സ്പോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ RRT സംഘം അവിടേക്ക് നീങ്ങും എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് നിലവിലെത്തിയിട്ടുള്ളത്. കർണാടക വനം വകുപ്പിനോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വനം വകുപ്പിൽ നിന്ന് തേടുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ, അതിനെ സ്പോട്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് കടക്കുക. അരുൺ സക്കറി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. മയക്കുവെടി വെക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. നിലവിൽ 3 കൂടുകളാണ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ കൂടുകളിൽ ഏതെങ്കിലും ഒന്നിൽ കടുവ കുടുങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ കൂട് സ്ഥാപിച്ചതാണ്. പക്ഷേ നിലവിൽ അത്തരത്തിൽ കടുവ ഈ കൂട്ടിലകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ വീണ്ടും കടുവയെ ഈ പ്രദേശത്ത് കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നതാണ് കൂടുതൽ ആശങ്കകൾക്കിടയാക്കുന്നത്, ഭീതികൾക്കിടയാക്കുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനം മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. കലക്ടറേറ്റിൽ ഒരു അവലോകന യോഗം, ഒരു ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. CCFും DFOയും കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. അതിനുശേഷം ഒരു പക്ഷേ ഈ കൊല്ലപ്പെട്ട രാധയുടെ പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലേക്ക് വനമന്ത്രി എത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം വനമന്ത്രി ഈ മേഖലയിലേക്ക് എത്താത്തതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉയർത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ വനമന്ത്രി ഒരു പക്ഷേ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്യും. ഏതായാലും പ്രജിൻ ക്രിസ്റ്റീന, ഈ നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമായി തുടരുന്നുണ്ട്. എത്രയും വേഗം ഈ കടുവയെ പിടികൂടി തങ്ങളുടെ ആശങ്ക ഒഴിവാക്കുക എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഒരു 6:15 കൂടി ഈ കടുവയെ വീണ്ടും കണ്ടു എന്ന് പറഞ്ഞ നാട്ടുകാർ അവിടെ വിവരം അറിയിച്ചിരുന്നു. അതായത് ഈ പഞ്ചാരക്കൊല്ലിയിൽ ആക്രമണം നടന്നിടത്തുന്ന 1 കിലോമീറ്റർ അകലെയാണ് സംഭവം. പക്ഷേ ജനവാസ മേഖല തന്നെയാണ്. അവിടെ നിന്നും കാട്ടിലേക്ക് ഓടിപ്പോകുന്ന കടുവയെ കണ്ടു എന്നാണ് അവിടുത്തെ ഒരുപാട് പേർ കടുവയെ കണ്ട ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ ആയിരിക്കും ഇന്നും തിരച്ചിൽ കൂടുതലായി കേന്ദ്രീകരിക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്.